പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. എന്നാൽ വഴിയമ്പലങ്ങളിലൊന്നും അവർക്കൊരു മുറി കിട്ടിയില്ല. അങ്ങനെ അവർ ഒരു കാലിത്തൊഴുത്തിലെത്തി. അവിടെ വെച്ച് മറിയ തന്റെ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി അവൾ തന്റെ കുഞ്ഞിനെ പുൽക്കൂട്ടിൽ കിടത്തി. അന്ന് രാത്രി കുറേ ഇടയന്മാർ തങ്ങളുടെ ആടുകളെ സംരക്ഷിച്ചുകൊണ്ട് വയലിൽ കഴിയുകയായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. അവർ ഭയപരവശരായി തീർന്നു. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണണം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തിൽ ചെന്ന് യോസെഫിനെയും മറിയയെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു വണങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തി. കണ്ട ശേഷം പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കിഴക്കുദിച്ച നക്ഷത്രത്തെ നോക്കി യഹൂദന്മാരുടെ രാജാവായ ജനിച്ചവനെ കണ്ടു വണങ്ങാൻ വിദ്വാൻമാർ ബേത്ലഹേമിലേക്ക് എത്തുന്നു. കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ അവർക്ക് മുൻപായി പോയിക്കൊണ്ടേ. നക്ഷത്രത്തെ നോക്കി നോക്കി ലോകരക്ഷിതാവിനെ കാണുവാനായി തിടുക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. നക്ഷത്രത്തെ നോക്കി അവർ യേശു കുഞ്ഞിനെ കിടത്തിയിരുന്ന കാലിത്തൊഴുത്തിലെത്തി. യോസെഫിനോടും അമ്മയായ മറിയയോടും കൂടെ ശിശുവിനെ കണ്ട് മുട്ടുമടക്കി അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും മൂരും കുന്തിരിക്കവും വെച്ചു. ലോകരക്ഷിതാവിന്റെ തിരുജനനത്തിന്റെ സദ്വാർത്ത കേട്ടറിഞ്ഞ് ദേശവാസികൾ ഓരോരുത്തരായി പൈതലിനെ കാണുവാനായി കാലിത്തൊഴുത്തിലേക്ക് എത്തുന്നു. ലോകരക്ഷിതാവ് പിറന്ന സദ്വാർത്ത ദേശമൊക്കെയും പരന്നു. സദ്വാർത്ത കേട്ടവർ ഓരോരുത്തരായി യേശു കുഞ്ഞിനെ കാണുവാനായി കാലിത്തൊഴുത്തിലേക്ക് എത്തുന്നു.
ക്രിസ്തുവിന്റെ ജനന സമയത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ പോലെ തന്നെ സംഘർഷവും അസമാധാനവും നിറഞ്ഞതായിരുന്നു. റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു ജനതയുടെ ഇടയിലെ യേശു എന്ന ശിശുവിന്റെ ജനനം. എന്നാൽ അടിച്ചമർത്തപ്പെട്ടവരും ദുഃഖപ്പെട്ടവരുമായ ജനങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും പ്രത്യാശയും നൽകുവാൻ യേശുവിന്റെ ജനനത്തിന് സാധിച്ചു. അതിനാൽ ലോകത്തിലെ കഷ്ടതകളുടെ മധ്യത്തിലും ക്രിസ്തു എന്ന സമാധാന പ്രഭുവിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ എല്ലാ ജീവിതത്തിൽ സന്തോഷവും ധൈര്യവും പകരട്ടെ. ഏവർക്കും അഞ്ചേരി സൺഡേ സ്കൂൾ കുടുംബത്തിന്റെ പേരിൽ സന്തോഷകരമായ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ Happy Christmas and Happy New Year! ഏറ്റവും സ്നേഹത്തോടെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മളൊപ്പം ഇന്ന് സാന്ത കടന്നു വന്നിരിക്കുകയാണ്. തൃശ്ശൂരുള്ള ബ്ലോക്ക് അല്ലേ, പുത്തമ്പള്ളി കഴിഞ്ഞക്കൊട്ടിലുള്ള ബ്ലോക്കൊക്കെ താണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് വന്നത്. എങ്കിലും കൃത്യസമയം വന്നു ചേർന്നു. സാന്തിയുള്ള പ്രത്യേക നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. താങ്ക് യു. അച്ഛോ, നല്ല ഭക്ഷണം വെച്ചിട്ട് നമുക്ക് നമുക്ക്